2D ജോമെട്രി കഴിഞ്ഞിട്ടില്ല. നമ്മുടെ 10ാമത്തെ പാർട്ട് വീഡിയോ ആണ്. എല്ലാ കൂട്ടുകാരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ 6 ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പം അറിയാവുന്ന കുട്ടികൾ ചെയ്തു നോക്കുക. ഉത്തരമെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ ടാറ്റ ബൈ ബൈ, ഓക്കെ, സി യു. അറിയത്തില്ലാത്തവരാണെങ്കിൽ എക്സ്പ്ലനേഷൻസ് കണ്ട് നോട്ട് എഴുതി പഠിച്ചോണം. തുടങ്ങാം. ഓരോ ചോദ്യങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദേ പിടിച്ചോ. 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക. ഇതിനു മുന്നേ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ബഹുഭുജത്തിന്റെ ആന്തര കോണുകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n-2 × 180 എന്നതാണ്. ഏതൊരു ബഹുഭുജത്തിന്റെയും അകത്തെ കോണുകളുടെ തുക n-2 × 180. പുറത്തെ കോണുകളുടെ തുക എപ്പോഴും 360 ഡിഗ്രി. ഒരു ബഹുഭുജത്തിന്റെ ആന്തര കോണുകളുടെ തുക അല്ലെ എപ്പോഴും n-2 × 180 ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അതിന്റെ വശങ്ങളുടെ എണ്ണമാണ്. ഇവിടെ 12 വശങ്ങളുള്ള രൂപമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ n 12, 12 - 2 10 × 180 എന്ന് കിട്ടും. സെട്ടാ ഉത്തരം 1800 ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. മുന്നോട്ട്. ഒരു ചതുർഭുജത്തിലെ, ചതുർഭുജം എന്ന് പറഞ്ഞാൽ 4 വശങ്ങളുള്ള രൂപങ്ങളെ കോമൺ ആയിട്ട് വിളിക്കുന്നതാണ് ചതുർഭുജങ്ങൾ. കോണുകൾ 1:2, 2:3, 4 ആയാൽ അതിലെ വലിയ കോൺ എത്ര? അപ്പൊ ആദ്യം ഒരു ചതുർഭുജത്തിന്റെ അകത്തെ കോണുകളുടെ എല്ലാം തുക കണ്ടുപിടിക്കണം. നമുക്കറിയാം അകത്തെ കോണുകളുടെ എല്ലാം തുക കാണാനുള്ള ഇക്വേഷൻ n-2 × 180 അല്ലേ ഒരു ചതുർഭുജം. ചതുർഭുജം എന്ന് പറഞ്ഞാൽ 4 വശങ്ങളുള്ള രൂപങ്ങളല്ലേ. ഓക്കെ, അപ്പൊ 4 - 2 2 കിട്ടും. 2 × 180, അതായത് ഒരു ചതുർഭുജത്തിന്റെ അകത്തെ കോണുകളുടെ തുക 360 ഡിഗ്രി ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പം 4 വശങ്ങളുള്ള രൂപങ്ങളാണ് ചതുർഭുജങ്ങൾ. ഈ ചതുർഭുജങ്ങളുടെ അകത്തെ കോണുകളുടെ തുകയാണ് കുഞ്ഞുങ്ങളെ 360 ഡിഗ്രി. ഓക്കെ, അപ്പൊ അകത്തെ കോണുകളുടെ തുക 360 ഡിഗ്രിയാണ്. അകത്തെ കോണുകൾ ഈ റേഷ്യോയിലാണ് അല്ലേ. അപ്പൊ അതിലെ വലിയ കോൺ കാണാൻ എന്ത് ചെയ്യണം? വലിയ കോൺ കാണാൻ വേണ്ടി നമുക്ക് ആകെ കോണുകളുടെ തുക 360 × വലിയ കോണിന്റെ റേഷ്യോ 4 ബൈ റേഷ്യോയുടെ എല്ലാം കൂടെ തുക എത്ര കിട്ടും? 4 3 7 2 9 1 10, 0 0 വെട്ടിപ്പോയി 36 × 4 144 ഡിഗ്രി എന്ന് കിട്ടും. സോ വലിയ കോൺ 144 ഡിഗ്രി. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അപ്പൊ ഒരു ചതുർഭുജത്തിന്റെ കോണുകളുടെ തുക എപ്പോഴും 360 ഡിഗ്രിയാണ്. ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പം കോണുകളുടെ തുകയാണ് 360 ചതുർഭുജത്തിന്റെ അല്ലെ. കോണുകൾ 1:2, 3:4 എന്ന റേഷ്യോയിലാണ്. അപ്പൊ വലിയ കോണിന്റെ അളവ് കാണാൻ വലിയ കോൺ 10ൽ 4 ഭാഗമായിരിക്കും അല്ലെ. ആകെ കോണുകളുടെ തുക എത്രയാണോ അതിന്റെ 10ൽ 4 ഭാഗം. മക്കളെ ഇതെല്ലാം കൂട്ടുമ്പോ 10 അല്ലേ കിട്ടുന്നേ. 10ൽ 4 ഭാഗമാണ് വലിയ കോൺ. അപ്പൊ 360 ആണ് ആകെ കോണുകളുടെ തുക. അതിന്റെ 10ൽ 4 ഭാഗം കണ്ടുപിടിച്ചു. ആൻസർ 144 ഡിഗ്രി. മുന്നോട്ട്. ഒരു വൃത്തത്തിന്റെ ആരം അതായത് റേഡിയസ് 50% വർദ്ധിപ്പിച്ചാൽ അതിന്റെ വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും? വിസ്തീർണത്തിന്റെ ഇക്വേഷൻ πr² എന്നതാണ്. അപ്പൊ റേഡിയസ് 10% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും എന്ന് ചോദിച്ചാൽ ഇവിടെ 2 r ഉള്ളത് കൊണ്ട് 50% വീതം 2 തവണ വർദ്ധിപ്പിക്കുന്ന എഫക്റ്റ് ഉണ്ടാകും. അപ്പൊ ഇത്തരം ഒരു ചോദ്യം വന്നാൽ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോണം. നമ്മുടെ ഇക്വേഷൻ x + y + xy / 100. സെറ്റാ ഒന്നുകൂടെ പഠിച്ചോണം. x + y + xy / 100 ആണ്. ഓക്കെ, ഒന്ന് പഠിച്ചു വെച്ചോണം കേട്ടോ. ഒരു വൃത്തത്തിന്റെ വിസ്തീർണം ഇത്ര ശതമാനം, ഒരു വൃത്തത്തിന്റെ ആരം ഇത്ര ശതമാനം വർദ്ധിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം വർധന ഉണ്ടാകും എന്ന് ചോദിച്ചാൽ x + y + xy / 100 നമ്മുടെ ഉത്തരം കേട്ടോ.
ശരി, ഇതില് എക്സിനും 50 എന്ന് കൊടുക്കണം, വൈക്കും 50 എന്ന് കൊടുക്കണം. കാരണം ഞാൻ പറഞ്ഞു വിസ്തീർണത്തിന് ഇക്വേഷൻ പൈ ആർ സ്ക്വയർ അല്ലേ, 2r ഉണ്ടല്ലോ, അപ്പോ 2 50 വെച്ച് കൂടുന്നു എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ 50 പ്ലസ് 50 പ്ലസ് 50 ഇൻറ്റു 50 2500 ഡിവൈഡഡ് ബൈ 100 നമ്മുടെ ഉത്തരം. 50 50 കൂട്ടിയാൽ 100 കിട്ടും. 2500 ബൈ 100 25 എന്ന് കിട്ടും. കുഞ്ഞുങ്ങളെ, നമ്മുടെ ആൻസർ 125 എന്നാണ് വരുന്നത് കേട്ടോ. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അപ്പൊ ഒരു വൃത്തത്തിന്റെ ആരം റേഡിയസ് 50% വർദ്ധിച്ചാൽ അതിന്റെ വിസ്തീർണം 125% വർദ്ധിക്കും. കേട്ടല്ലോ. അപ്പൊ പാറ്റേൺ പഠിച്ചോണേ. ആരത്തിനുണ്ടാകുന്ന ചേഞ്ച് ശതമാനത്തിൽ തന്നിട്ട് വിസ്തീർണത്തിനുണ്ടാകുന്ന ചേഞ്ച് ശതമാനത്തിൽ ചോദിച്ചാൽ നമ്മുടെ ഇക്വേഷൻ കുട്ടൻ ഏതാ? എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100 എന്നാണ്. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100. കൂടുന്നതിന് പ്ലസ് സൈൻ കൊടുക്കണം, കുറയുന്നതിന് മൈനസ് സൈൻ കൊടുത്തോണം. ഇപ്പൊ 50% കുറഞ്ഞു എന്നാണെങ്കിൽ എക്സിന് -50 എന്നും വൈക്കും -50 എന്ന് കൊടുത്ത് സോൾവ് ചെയ്യണം. ഓക്കെ, ശരി, മുന്നോട്ട്. ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ, ചതുരങ്ങളിൽ എന്നതിനേക്കാൾ കുറച്ചുകൂടെ ആപ്റ്റ് ആകുന്നത് ചതുർഭുജങ്ങളിൽ എന്നതാണ്. ഓക്കെ, ചതുർഭുജങ്ങളിൽ അങ്ങനെ ഒന്ന് തിരുത്തി എഴുതിയാൽ കുറച്ചുകൂടെ അത് നല്ല ചോദ്യമാകും. ഒരേ ചുറ്റളവുള്ള ചതുർഭുജങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുർഭുജത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം. ചതുരത്തിന്റെ തെറ്റില്ല, എന്നാൽ അത്രയും കറക്റ്റ് അല്ല. ചതുർഭുജത്തിന്റെ എന്നാക്കാം. അപ്പൊ അതിന് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വരുവേ. ഓക്കെ, അപ്പം ഒന്നുകൂടെ വായിക്കാം. ഒരേ ചുറ്റളവുള്ള ചതുർഭുജങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുർഭുജത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം. മക്കളെ, നമ്മൾ ഇതിനു മുന്നേ ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരേ ചുറ്റളവുള്ള ചതുർഭുജങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണം ഉൾക്കൊള്ളുന്ന രൂപം സമചതുരമാണ്. ഓർക്കുന്നുണ്ടോ? ഒരേ ചുറ്റളവുള്ള ചതുർഭുജങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണം ഉൾക്കൊള്ളുന്ന രൂപം സമചതുരമാണ്, അല്ലെ? ഒരേ ചുറ്റളവുള്ള ചതുർഭുജങ്ങൾ, അതായത് ഒരേ ചുറ്റളവുള്ള കുറെ ചതുർഭുജങ്ങൾ എടുത്താൽ അതിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണം ഏതിനായിരിക്കും? സമചതുരത്തിനായിരിക്കും. എന്നാൽ ഒരേ ചുറ്റളവുള്ള എല്ലാ രൂപങ്ങളിലും വെച്ച് ഏറ്റവും കൂടുതൽ വിസ്തീർണം വൃത്തത്തിനായിരിക്കും. ചതുർഭുജങ്ങളുടെ കേസ് മാത്രം എടുക്കുകയാണെങ്കിൽ അത് സമചതുരമായിരിക്കും, അല്ലെ? അപ്പം ഒരേ ചുറ്റളവുള്ള ചതുർഭുജങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുർഭുജത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ നീളവും വീതിയും എങ്ങനെയായിരിക്കും മക്കളെ? ഈക്വൽ ആയിരിക്കും. നീളവും വീതിയും തുല്യം. നീളവും വീതിയും തുല്യമായാലല്ലേ അതൊരു സമചതുരമാകത്തുള്ളൂ. സമചതുരത്തിനല്ലേ ഏറ്റവും കൂടുതൽ വിസ്തീർണം. അപ്പൊ ഒരേ ചുറ്റളവുള്ള ചതുർഭുജങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുർഭുജം ഏതാണ്? സമചതുരമാണ് കേട്ടോ. സോ ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ് കുഞ്ഞുങ്ങളെ വരുന്നത്. അടുത്ത ചെയ്യാം. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3.5 മീറ്റർ നീളമുള്ള കമ്പി. ശരി, നമുക്കൊരു കമ്പി വരയ്ക്കാം. ഈ കമ്പിയുടെ നീളം 3.5 മീറ്റർ ആണ്. 3.5 മീറ്റർ. 3.5 മീറ്റർ എന്ന് പറഞ്ഞാൽ 350 സെന്റിമീറ്റർ ആണ്. 1 മീറ്റർ 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ 3.5 മീറ്റർ 3.5 ഇൻറ്റു 100 350 സെന്റിമീറ്റർ ആണ്. കേട്ടോ, 350 സെന്റിമീറ്റർ. ഓക്കെ, അപ്പം 3.5 മീറ്റർ, അതായത് 350 സെന്റിമീറ്റർ നീളമുള്ള ഒരു കമ്പിയുണ്ട്. ഇതിനെ രണ്ടായിട്ട് മുറിച്ചു. എന്ന് വെച്ചാൽ ഈക്വൽ ആയിട്ടാ മുറിച്ചെന്ന് പറഞ്ഞിട്ടില്ല, രണ്ടായിട്ട് മുറിച്ചെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് മക്കളെ ഒരു സമചതുരവും, ഓക്കെ, ഇതാണ് നമ്മുടെ സമചതുരം. ഓക്കെ, അതുപോലെ ഒരു സമഭുജ ത്രികോണവും ഉണ്ടാക്കി. ഒരു സമചതുരം ഉണ്ടാക്കി, ഒരു സമഭുജ ത്രികോണവും ഉണ്ടാക്കി. സമചതുരത്തിന്റെയും സമഭുജ ത്രികോണത്തിന്റെയും വശങ്ങൾക്ക് ഒരേ നീളമായിരിക്കണം. സമചതുരത്തിന്റെ വശത്തിന്റെ അതേ നീളമായിരിക്കണം സമഭുജ ത്രികോണത്തിന്റെ വശത്തിനും. ഓക്കെ, എങ്കിൽ വശത്തിന്റെ നീളം എത്രയായിരിക്കും എന്ന ചോദ്യം. അപ്പം 350 സെന്റിമീറ്റർ നീളമുള്ള ഒരു കമ്പി രണ്ടായി മുറിച്ചു. ഈക്വൽ ആയിട്ടല്ല, രണ്ടായിട്ട് എങ്ങനെയോ മുറിച്ചു. എന്നിട്ടൊരു സമചതുരം ഉണ്ടാക്കി, സമഭുജ ത്രികോണം ഉണ്ടാക്കി. ഇതിന്റെ വശങ്ങൾക്ക് തുല്യ നീളമാണെങ്കിൽ അത് എത്ര വീതമായിരിക്കുന്ന ചോദ്യം. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ മനസ്സിലാക്കാലോ. 350 സെന്റിമീറ്റർ അല്ലേ ആകെ കമ്പിയുടെ നീളം? ആണോ? ഇതിനെ
നമ്മൾ മുറിച്ച് കഴിയുമ്പോൾ സമചതുരവും സമഭുജ ത്രികോണവും അല്ലേ വേണ്ടേ? സമചതുരത്തിന് 4 വശമുണ്ട്, സമഭുജ ത്രികോണത്തിന് 3 വശമുണ്ട്. അപ്പം 7 വശങ്ങൾ ആയിട്ടല്ലേ അത് മുറിഞ്ഞു വരണ്ടേ? അതിനെല്ലാം ഒരേ നീളമാവണ്ടേ? കണ്ടോ, 4 വശമുണ്ട് സമചതുരത്തിന് അല്ലേ? ഓക്കെ, 3 വശമുണ്ട് ത്രികോണത്തിന്. ഇതിനെല്ലാം ഒരേ നീളമായിരിക്കണം. അപ്പൊ ആകെ 7 വശങ്ങളുണ്ടല്ലോ. അപ്പൊ ഞാൻ ബൈ 7 ചെയ്താൽ എനിക്ക് ഒരു വശത്തിന്റെ നീളം 50 കിട്ടും. ഒരു വശത്തിന്റെ നീളം 50 സെന്റിമീറ്റർ ഉള്ളതായിട്ട് മുറിച്ചാൽ സംഗതി ശരിയാകും. കണ്ടോ, അപ്പൊ ഈ സമചതുരത്തിന്റെ എല്ലാം കൂടെ 200 സെന്റിമീറ്റർ ആണോ? ഈ ത്രികോണത്തിന്റെ എല്ലാം കൂടെ 150 സെന്റിമീറ്റർ, ആകെ 350 സെന്റിമീറ്റർ ആയില്ലേ? ഇതിന്റെ ഒരു വശം 50 സെന്റിമീറ്റർ ആയിട്ട് വരും. കണ്ടോ, അപ്പൊ സമചതുരവും സമഭുജ ത്രികോണവും വേണം, എല്ലാത്തിനും തുല്യ നീളമായിരിക്കണം ആണോ? അങ്ങനെയാണെങ്കിൽ 7 വശങ്ങളല്ലേ ആകെ വരുന്നത്. 7 വശങ്ങൾക്കും തുല്യ നീളം വരണമെങ്കിൽ 350/7 ചെയ്ത് നോക്കണം. അപ്പൊ ഒരു വശത്തിന്റെ നീളം 50 ആയിരിക്കണം. ശരി, മുന്നോട്ട്. അടുത്ത ചോദ്യം. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 26 സെന്റിമീറ്റർ ആണ്. ഞാൻ ഒരു ചതുരം വരച്ചു. ഈ ചതുരത്തിന്റെ നീളം എനിക്കറിയില്ല, ലെങ്ത്, വീതി എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കാര്യം ഇതിന്റെ ചുറ്റളവ് അറിയാം. ഇതിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 26 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ചതുരത്തിന്റെ നീളം 2 മടങ്ങും വീതി 3 മടങ്ങാക്കി. ഓക്കെ, ഈ ചതുരത്തിന്റെ നീളം 2 മടങ്ങാക്കി, അതുപോലെ വീതി 3 മടങ്ങാക്കി. നീളം 2 മടങ്ങും വീതി 3 മടങ്ങും ആക്കി. അപ്പം നീളം 2 മടങ്ങെന്ന് പറഞ്ഞാൽ 12, വീതി 3 മടങ്ങെന്ന് പറഞ്ഞാൽ 3b. ഓക്കെ, 3 മടങ്ങാക്കി മറ്റൊരു ചതുരം വരച്ചപ്പോൾ അതിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 62 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 62 സെന്റിമീറ്റർ ആണ് എങ്കിൽ ആദ്യത്തെ ചതുരത്തിന്റെ നീളം എത്രയാണെന്നാണ് ചോദ്യം. ആദ്യത്തെ ചതുരത്തിന്റെ നീളം. അപ്പം 2 ചതുരങ്ങളുണ്ട്. ഓക്കെ, ആദ്യത്തെ ചതുരത്തിന് നീളവും വീതി അറിയില്ല, പക്ഷെ ചുറ്റളവ് അറിയാം. രണ്ടാമത്തെ ചതുരത്തിന് ഇരട്ടി നീളവും 3 ഇരട്ടി വീതിയും ഉണ്ട്, ചുറ്റളവ് 62 ആണ്. എങ്കിൽ ആദ്യത്തെ ചതുരത്തിന്റെ നീളം എത്ര എന്നാണ് ചോദ്യം. ശരി, എന്നാ ഇവിടെ ശ്രദ്ധിച്ചു കേട്ടോ മക്കളെ. 2 × L + B അല്ലേ ചുറ്റളവിന്റെ ഇക്വേഷൻ? ആണോ? ഈ 2 × L + B ആണ് ആദ്യത്തെ ചുറ്റളവ്. അതാണ് 26 എന്ന് തന്നേക്കുന്നത്. നീളം L, വീതി B, ചുറ്റളവ് 2 × L + B, അതാണ് 26. അതിൽ നിന്ന് L + B കിട്ടും. L + Bയുടെ വില നമുക്ക് 26/2 13 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ കേസിൽ രണ്ടാമത്തെ ചതുരത്തിന്റെ ചുറ്റളവ് 2 × 2L + 3B അല്ലേ മക്കളെ? അതാണ് ചുറ്റളവിന്റെ ഇക്വേഷൻ. അത് 62. അതിൽ നിന്ന് 2L + 3B നമുക്ക് 62/2 31 കിട്ടും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇപ്പൊ 2 ഇക്വേഷൻസ് ആയേ. ഈ 2 ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യാൻ പോവാം. അപ്പൊ ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ ആദ്യം എഴുതി. 2L + 3B കേട്ടോ ഈക്വൽ ടു 31 ആണല്ലോ. ഈ ഒന്നാമത്തെ ഇക്വേഷനെ ഞാൻ അങ്ങ് 2 കൊണ്ട് ഗുണിച്ചു മുഴുവനായിട്ട്. അപ്പൊ L + B എന്നുള്ളത് 2L + 2B എന്ന് വരും. ആണോ? 13 എന്നുള്ളത് 26 ആയിട്ട് മാറും. ഓക്കെ ആണേ? ശരി, ഇനി ഞാന് ഒന്നാമത്തേതിന്ന് രണ്ടാമത്തേത് അങ്ങ് കുറച്ചാൽ എങ്ങനെ വരും? 31 26 കുറച്ചാൽ 5, 3B 2B കുറച്ചാൽ B, ഇത് 0. അപ്പൊ B = 5 എന്ന് കിട്ടും അല്ലേ മക്കളെ? B = 5 ആണെങ്കിൽ അല്ലെ? B = 5 ആണെങ്കിൽ L + B അല്ലേ 13. L എന്ന് പറഞ്ഞാൽ എത്ര വരണം? 8 വരണം. സോ ഇവിടെ ചോദ്യത്തിന്റെ ആൻസർ L കാണാനാണ്. Lന്റെ വില 8 എന്ന് കിട്ടി. ഒന്നുകൂടെ പറയട്ടെ, എന്റെ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ച് കേട്ടോണേ. ഒരു ചതുരമുണ്ട്. ചതുരത്തിന് നീളമുണ്ട്, വീതിയുണ്ട്. നീളം L, വീതി B. അതിന്റെ ചുറ്റളവ് 26 ആണ്. ഇനി മറ്റൊരു ചതുരം, അതിന്റെ നീളം ആദ്യത്തേന്റെ 2 ഇരട്ടിയാ, വീതി ആദ്യത്തേന്റെ 3 ഇരട്ടിയാ ആണോ? അപ്പൊ 2L ഉം 3B ആണ്. അതിന്റെ ചുറ്റളവ് 62 സെന്റിമീറ്റർ ആണ്. ശരി, ആദ്യത്തേന്റെ ചുറ്റളവ് 2 × L + B എന്നല്ലേ മക്കളെ ആദ്യത്തേന്റെ ചുറ്റളവ്?
ആ ചുറ്റളവാണ് 26. അപ്പൊ ആദ്യത്തെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ 2 × L+B ആണ്. അതാണ് 26. അതിൽ നിന്ന് 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ L+Bയുടെ വില 13 എന്ന് കിട്ടും. ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ചുറ്റളവ് 2 × 2L+3B ആണ്. ഓക്കെ, അതാണ് 62. ഓക്കെ, അപ്പം ഈ 2 താഴേക്ക് പോകുമ്പോൾ 2L+3B = 31 കിട്ടും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി നമ്മൾ ഈ 2 ഇക്വേഷൻസ് തമ്മിൽ കുറയ്ക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഒഴിവായി പോകണ്ടേ? അതിനു വേണ്ടി ഇവിടെ 2L അല്ലേ, ഇതിനെ 2L ആക്കാൻ വേണ്ടി ഇതിനെ മുഴുവനായിട്ട് 2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഈ ഇക്വേഷൻ അങ്ങനെ തന്നെ എഴുതി ദേ കിടക്കുന്നു. ഈ ഇക്വേഷനെ 2 കൊണ്ട് ഗുണിച്ചെഴുതി. കണ്ടോ, 2L+2B = 26 എന്ന്. ഇനി ഞാൻ കുറയ്ക്കുമ്പം ഈ ഡിഫറൻസ് 5, ഈ ഡിഫറൻസ് 1, ഇത് 0 ആയില്ലേ? അപ്പൊ 2 കൊണ്ട് ഗുണിച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് 0 ആക്കാൻ വേണ്ടി ആയിരുന്നു. ഓക്കെ, സോ അതിൽ നിന്ന് ബി കിട്ടി. ബി 5 എന്ന് കിട്ടിയാൽ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിൽ ബി 5 ആണെങ്കിൽ എൽ എന്ന് പറഞ്ഞാൽ 13 - 5 8 അല്ലേ? അപ്പൊ എല്ലിന്റെ വില 8 എന്ന് കിട്ടി. ചെയ്തത് ഓക്കെ ആണോ? യെസ്. അപ്പം ഇന്നത്തെ ചോദ്യങ്ങൾ കഴിഞ്ഞു. ഓക്കെ മക്കളെ, അടുത്ത 11ാമത്തെ പാർട്ട് വീഡിയോയിൽ കാണാം. ടാറ്റാ.